അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വോട്ട് പെട്ടിയിലായി. പെട്ടിയിലായി എന്നല്ല, വോട്ട് യന്ത്രത്തിലായി എന്നാണ് പറയേണ്ടത്. രാഹുൽ ഗാന്ധി ഭയപ്പെടുന്ന രീതിയിൽ അട്ടിമറിയൊന്നും സംഭവിക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും UDF ജയിക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഞാനിതിനു വേണ്ടി സർവേ ഒന്നും നടത്തിയിട്ടില്ല. മാതൃഭൂമി മനോരമയൊക്കെ നടത്തിയ സർവേകൾ കണ്ടു. ഈ സർവേകളും സത്യവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും സംസ്ഥാനത്ത് അതിഭയങ്കരമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം നമ്മൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ഭരണവിരുദ്ധ വികാരം LDFനെതിരാണ്. ആ ഭരണവിരുദ്ധ വികാരം മാത്രം മതി സാധാരണഗതിയിൽ LDFനെ തോൽപ്പിക്കാൻ. ഈ സാധാരണഗതിയിൽ എന്നുള്ളതിന് അടിവരാൻ. സാധാരണഗതിയിലാണെങ്കിൽ LDFിൽ നിന്ന് പോകുന്ന വോട്ടുകൾ UDFിലേക്ക് വരികയും UDFന് വലിയ വിജയം ഉണ്ടാകുകയും ചെയ്യും. ഏതുപോലെ എന്ന് വെച്ചാൽ 96-2001 കാലത്ത് നിലനിന്ന മൂന്നാം നായനാർ സർക്കാരിനെതിരായിട്ട് ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന വിപരീത വികാരം അത് കൃത്യം 99-100 സീറ്റായിട്ട് UDFന് കിട്ടി. UDFിൻ്റെ മേന്മകൊണ്ടല്ല, AK ആന്റണിയുടെ നേതൃത്വം കൊണ്ടുമല്ല, കോൺഗ്രസിൽ പടലപ്പിണക്കങ്ങൾ ഇല്ലാത്തതുകൊണ്ടുമല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും അവർക്ക് ജയിക്കാൻ പറ്റി. കാരണം ജനങ്ങളുടെ വിപരീത വികാരം വോട്ടായിട്ട് മാറി, സീറ്റായിട്ട് മാറി. അങ്ങനെ 100 സീറ്റോട് കൂടിയിട്ട് UDF അധികാരത്തിൽ വന്നു. ആൻ്റണിയുടെ ഭരണ നൈപുണ്യം കൊണ്ട് കൃത്യം 2 കൊല്ലം കൊണ്ട് അദ്ദേഹം ഈ നാട്ടുകാരെ മുഴുവൻ വെറുപ്പിക്കുകയും LDFന് വലിയ വിജയം കിട്ടാവുന്നൊരു സാഹചര്യം ഉണ്ടായി കൊടുക്കുകയും ചെയ്തു. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞ അതിന് തുല്യമായിട്ടുള്ള ഒരു വിപരീത വികാരം ഇപ്പോൾ LDFനെ കുറിച്ച് കേരളത്തിലുണ്ട്. പക്ഷേ അത് 100 സീറ്റോ 105 സീറ്റോ 110 സീറ്റോ ആയിട്ട് വർദ്ധിക്കാൻ പറ്റിയ ഒരു സാഹചര്യമില്ല. അതിലെന്താണ് അപകടം പറ്റിയതെന്ന് വെച്ചാൽ, ഒന്നാമത് ഈ ഭരണവിരുദ്ധ വികാരം ഒന്നായിട്ടല്ല 2ആയിട്ട് തിരിയും. പഴയ പോലെ അല്ല. ഇപ്പോൾ BJP ഒരു പ്രബല ശക്തിയാണ്. കുറേ വോട്ടുകൾ BJP കൊണ്ടുപോകും. ഗണ്യമായ ഭാഗം അപ്പോഴും UDFന് കിട്ടും. എങ്ങനെ പോയാലും UDFന് ജയിക്കാവുന്ന അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷം കിട്ടാവുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. 90-95 സീറ്റുകൾ UDF ജയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് LDFകാർ, പ്രത്യേകിച്ച് CPMകാർ ഒരു കാര്യം ബുദ്ധിയായിട്ട് ചെയ്തു. മിക്കവാറും മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLAമാരെ ഫീൽഡ് ചെയ്തു. അതുകൊണ്ടൊരു സൗകര്യമുണ്ട്. പുതിയ ഒരു സ്ഥാനാർത്ഥി വരുന്ന പോലെയല്ല. പഴയ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലം നന്നായിട്ട് അറിയാം. അവർ കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ചവരാണ്, ജയിച്ചവരാണ്. അതിൻ്റെ അക്ഷാംശവും രേഖാംശവും അറിയാം. പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്, വാർഡുകൾ ഏതൊക്കെയാണ്, അവിടെ ജനസമ്മതരായ ആളുകൾ എത്രയാണ്, ഓരോ മണ്ഡലത്തിൽ ഹിന്ദുക്കൾ എത്രയാണ്, ക്രിസ്ത്യാനികൾ എത്രയാണ്, മുസ്ലിങ്ങൾ എത്രയാണ് എന്ന് കൃത്യമായിട്ട് അറിയാം. ഏത് തന്ത്രം പറ്റിയാൽ എത്ര വോട്ട് കിട്ടും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു സിറ്റിംഗ് MLA ഉണ്ടാകുന്ന എപ്പോഴും സൗകര്യമാണ് ഇപ്പോഴത്തെ കാലത്ത്. പിന്നെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇദ്ദേഹമാണല്ലോ അവിടെ വികസനത്തിന് വേണ്ടി പണം ചിലവഴിച്ചത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സൗകര്യമുണ്ട്. ഇനീഷ്യലായിട്ടൊരു അഡ്വാൻറ്റേജ് അങ്ങനെ LDFന് കിട്ടി. പക്ഷേ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ഇത് പോരാ. പക്ഷേ ഇങ്ങനെ ഒരു സൗകര്യം അവർക്ക് കിട്ടി. മറുഭാഗത്ത് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ചെയ്തൊരു വിഡ്ഢിത്തമെന്ന് വെച്ചാൽ, ജയിക്കാവുന്ന സീറ്റുകളിൽ തോൽക്കാവുന്ന ആളുകളെ കണ്ടുപിടിച്ച് മത്സരിപ്പിച്ചു. അതാണ് UDFൻ്റെ ഏറ്റവും വലിയ പരിമിതി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പരിമിതി. മുസ്ലിം ലീഗിന് ഈ പ്രശ്നമില്ല. അവരെ ജയിക്കാവുന്ന സീറ്റുകളിൽ ജയിക്കാവുന്ന ആളുകളെ തന്നെയാണ് ഫീൽഡ് ചെയ്തിട്ടുള്ളത്. ഇനി സംശയമുള്ള സീറ്റുകളിൽ പോലും കൊള്ളാവുന്ന ആളുകളെ കണ്ടുപിടിച്ച്, ചെറുപ്പക്കാരെ കണ്ടുപിടിച്ച് അവിടെ സ്ഥാനാർത്ഥികളാക്കി. ഇതിനുള്ള ഒരു കഴിവോ പ്രാഗൽഭ്യമൊന്നും കോൺഗ്രസ്സുകാർക്കില്ല. കോൺഗ്രസ്സിലെ 3 നേതാക്കന്മാർ തമ്മിൽ കടിപിടി കൂടി അവരവരുടെ പാർശ്വവർത്തികളെ ഓരോ സ്ഥലത്തും തള്ളിക്കയറ്റാൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന് 20 അല്ലെങ്കിൽ 21 സീറ്റ് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 4 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 3, 4, കൂടിയാൽ 4, കുറഞ്ഞത് 3. എങ്ങനെ പോയാലും 3 സീറ്റ് കിട്ടും. കൂടിയത് 4 സീറ്റ്. ജേക്കബ് ഗ്രൂപ്പിന് 1 സീറ്റ് കിട്ടും. CMPക്ക് 1 സീറ്റ് കിട്ടും. അത് തിരുവനന്തപുരം സീറ്റാണ്. RMPക്ക് 1 സീറ്റ് കിട്ടും. അത് വടകരയാണ്. RSPക്ക് 2 സീറ്റ് കിട്ടും. ചാവറയും കുന്നത്തൂരും അങ്ങനെയാണ് സാധ്യത. ഇത്ര സീറ്റാണ് ഘടകകക്ഷികൾ കിട്ടുക. എല്ലാം കൂടി കൂടിയാൽ ചവിട്ടി പിടിച്ചാൽ 30 സീറ്റ്. ഭൂരിപക്ഷത്തിന് വേണ്ടത് 71 സീറ്റാണ്. അതായത് 41 സീറ്റ് കോൺഗ്രസിന് സ്വന്തമായിട്ട് കിട്ടും. വെറും 41 കൊണ്ട് നാട് ഭരിക്കാൻ പറ്റുകയില്ല. അവർക്ക് നിലവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റാണ് കിട്ടിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോട് കഴിഞ്ഞപ്പോൾ 23ആയി. അപ്പോൾ ഈ 23നെ ഒരു 50 സീറ്റായിട്ട് അല്ലെങ്കിൽ 55 സീറ്റായിട്ട് വർദ്ധിപ്പിക്കണം. അതാണ് കോൺഗ്രസിൻ്റെ മുമ്പിലുള്ളൊരു ടാസ്ക്. അവരുടെ ലക്ഷ്യം അതാണ്. 50 സീറ്റ് അല്ലെങ്കിൽ 55 സീറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് തനിയെ കിട്ടണം.
മാത്രമല്ല ഇത് 40 സീറ്റിലേക്ക് കുറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാവും. മുഖ്യമന്ത്രിയുടെ കഴുത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ കക്ഷത്തിലും. പണ്ട് ഉമ്മൻചാണ്ടി അനുഭവിച്ച പോലുള്ള എരിപൊരി സഞ്ചാരം പുതിയ മുഖ്യമന്ത്രി, അത് ചെന്നിത്തലയായാലും ശരിയാണ്, സതീശനായാലും ശരിയാണ്, അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അവരുടെ സീറ്റുകൾ 50 അല്ലെങ്കിൽ 60 വർദ്ധിപ്പിക്കണം. 60 പറഞ്ഞ് ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസ്സിന് കിട്ടാൻ എളുപ്പമല്ല. 55 സീറ്റായിട്ട് വർദ്ധിപ്പിക്കണം. അത് എവിടെ നിന്നുണ്ടാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റും കിട്ടാൻ സാധ്യതയില്ല. കണ്ണൂർ ജില്ലയിൽ 2 സീറ്റാണുള്ളത്, പേരാവൂര്, ഇരിക്കൂർ. അതിന് പുറമെ കണ്ണൂർ കൂടി ഒരു പക്ഷേ ജയിച്ചേക്കാം. മൂന്നാമതൊരു സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ വയനാട്ടിൽ ഒരു സീറ്റ് വേണമെങ്കിൽ കിട്ടാം, മാനന്തവാടി. 2 സീറ്റ് കയ്യിലുണ്ട്, ഒരു സീറ്റ് കൂടി കിട്ടിയാൽ അവിടെ ഫുൾ അറ്റൻഡൻസ് ആവും. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരുപക്ഷെ കൊയിലാണ്ടി ജയിച്ചാൽ ജയിച്ചു, അത്രേ ഉള്ളൂ. മറ്റൊരു സീറ്റും ഞാൻ നോക്കിയിട്ട് കോൺഗ്രസ്സിന് കിട്ടാൻ സാധ്യത കാണുന്നില്ല. അതുപോലെ മലപ്പുറം ജില്ലയിൽ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലുണ്ട്. പൊന്നാനിയിലും തവന്നൂരും ആണ് ഒരു പ്രധാന മത്സരം. പിന്നെ നമ്മുടെ AP അനിൽകുമാർ വണ്ടൂരിലുമുണ്ട്. അത് രണ്ടും ജയിക്കും. പുതിയതായിട്ട് എത്ര സീറ്റ് പിടിക്കാൻ പറ്റും? 2 സീറ്റേ ബാക്കിയുള്ളൂ. ഒന്ന് പൊന്നാനി, മറ്റേത് തവന്നൂർ. പൊന്നാനി ജയിച്ചാൽ ജയിച്ചു, തവന്നൂർ ജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല. പാലക്കാട് ജില്ലയിൽ 2 സീറ്റാണ്. 2 സീറ്റിൽ ഒരു സീറ്റേ ഉള്ളൂ. ഒരു സീറ്റ് ലീഗിൻ്റെയാണ്, മണ്ണാർക്കാട്. ഒരു സീറ്റ് പാലക്കാടാണ്. പാലക്കാട് തന്നെ നിലനിർത്താൻ പറ്റുമോ എന്ന കാര്യം ബുദ്ധിമുട്ടാണ്. തൃത്താലയിൽ ഒരുപക്ഷെ അല്ല മിക്കവാറും നമ്മുടെ ബൽറാം ജയിച്ചേക്കാം. അതല്ലാതെ ഒരു സീറ്റ് സുമേഷ് അച്യുതൻ ചിറ്റൂർ ജയിച്ചാൽ ഭാഗ്യം, അത്രേ ഉള്ളൂ. മറ്റ് സീറ്റുകളൊന്നും കിട്ടാൻ സാധ്യത കാണുന്നില്ല. തൃശ്ശൂർ ജില്ലയിലും സ്ഥിതി വളരെ വ്യത്യസ്തമല്ല. തൃശ്ശൂർ ടൗണിൽ രാജൻ പല്ലൻ ജയിക്കാം. ചാലക്കുടിയിൽ സനീഷ് കുമാർ നിലനിർത്താം. അതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ പ്രതാപൻ മണലൂരും കൂടി ജയിച്ചാൽ ക്വാറം പൂർത്തിയായി. അതിനപ്പുറത്ത് ഒരു സീറ്റും കിട്ടാൻ സാധ്യത കാണുന്നില്ല. ഇതൊക്കെ തന്നെയാണ് മറ്റ് ജില്ലകളിലെ സ്ഥിതി. എറണാകുളം ജില്ല പൊതുവേ കോൺഗ്രസിൻ്റെ കോട്ടയാണ്. കയ്യിലുള്ള സീറ്റുകൾ നിലനിർത്തും. പിന്നെ കുന്നത്ത് നാട്ടിൽ സജീന്ദ്രൻ ജയിക്കും. കൊച്ചിയും വൈപ്പിനും വളരെ സംശയത്തിലാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രേ ഉള്ളൂ. തൃപ്പൂണിത്തുറ അതിനേക്കാളും കഷ്ടമാണ്, ഒരുപക്ഷെ ജയിച്ചേക്കാം, അത്രേ ഉള്ളൂ. കോട്ടയം ജില്ലയിലെ സ്ഥിതി മെച്ചപ്പെടുത്തും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം 2 സീറ്റുകൾ കൈവശമുണ്ട്, അത് വിട്ടുപോകില്ല എന്നുറപ്പിക്കാം, കോട്ടയവും പുതുപ്പള്ളിയും. പിന്നെ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് തീവ്രവാദികളുടെ വോട്ട് കിട്ടുകയാണെങ്കിൽ പൂഞ്ഞാറ് ജയിക്കും, കിട്ടിയില്ലെങ്കിൽ തോക്കും. പിന്നെ വൈക്കം നോക്കണ്ട, ഏറ്റുമാനൂരും ബുദ്ധിമുട്ടാണ്. വലിയ മത്സരം നടത്തുന്നുണ്ട്, ജയിക്കാൻ സാധ്യത കുറവാണ്. കാഞ്ഞിരപ്പള്ളി പോയിരിക്കുകയാണ്, അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലയിലെ സ്ഥിതി. പത്തനംതിട്ട ജില്ലയാണ് കോൺഗ്രസ് പാട്ടുപാടി ജയിക്കേണ്ട സ്ഥലം. പക്ഷേ പാട്ട് ഇപ്പോൾ റെഡിയാണ്. ജനതവർ ജയിക്കുന്ന കാര്യത്തിൽ സംശയമുള്ളൂ. കോന്നി ജയിക്കില്ല എന്നുള്ള ഉറപ്പാണ്. റാന്നിയുടെ കാര്യവും ഏതാണ്ട് എഴുതി തള്ളാവുന്ന അവസ്ഥയിലാണ്. വന്നിട്ട് പോയിട്ടും അബിൻ വർക്കി ആറന്മുളയിൽ വീണ ജോർജിനെ തോൽപ്പിച്ചാൽ തോൽപ്പിച്ചു. അടൂർ സീറ്റും അതുപോലെ തന്നെ. കൊല്ലത്ത് കുറച്ചുകൂടി മെച്ചപ്പെടും. 2 സീറ്റ് നിലവിലുണ്ട്. ഒന്ന് നമ്മുടെ കുണ്ട്രയാണ്, മറ്റത് കരുനാഗപ്പള്ളിയാണ്. അത് രണ്ടും ജയിക്കും. അതുകൂടാതെ ഒരുപക്ഷെ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ ജയിച്ചാൽ ജയിച്ചു, അത്രേ ഉള്ളൂ. ജ്യോതികുമാർ ചാമക്കാല വലിയ ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് പത്തനാപുരത്ത് ഗണേഷ് കുമാറാണ്. അതും ഈ പറഞ്ഞ പോലെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രേ ഉള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതില്ല. കൈവശമുള്ള കോവളം വിൻസെൻ്റ് നിലനിർത്തിയേക്കാം. അതിനപ്പുറത്ത് ബുദ്ധിമുട്ടാണ്. അരുവിക്കരയിൽ ശിവകുമാർ. പിന്നെ തിരുവനന്തപുരം അത് സെൻട്രൽ CP ജോൺ CMP ആണ്, നമ്മൾ നേരത്തെ കൂട്ടിക്കഴിഞ്ഞു. ഇതല്ലാതെ പറയത്തക്ക സീറ്റുകളൊന്നും കിട്ടാനുള്ള സാധ്യത കാണില്ല. പിന്നെ ഞാനീ പറഞ്ഞത് നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. എങ്ങനെ ചവിട്ടി പിടിച്ചാലും കോൺഗ്രസ്സിന് 50 സീറ്റിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. എങ്കിൽ പോലും വലിയ തരംഗത്തിൽ കോൺഗ്രസിൻ്റെ ചില സ്ഥാനാർത്ഥികൾ കൂടി ഒരുപക്ഷെ ജയിച്ചേക്കാം. കാരണം കോൺഗ്രസ്സുകാർ ജയിക്കേണ്ടത് കോൺഗ്രസ്സുകാരുടെ ആവശ്യമല്ല, ലീഗുകാരുടെ ആവശ്യമല്ല, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരുടെ ആവശ്യമല്ല, നാട്ടുകാരുടെ ആവശ്യമാണ്. കാരണം ഈ പിണറായിസത്തിനും മരുമോനിസത്തിനും അന്ത്യം കുറിക്കണം എന്ന ആഗ്രഹം ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ട്. അതിൻ്റെ മാത്രം വെച്ചത്തിൽ കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ 40-45 സീറ്റുകൾ ജയിച്ചേക്കാം. അല്ലാതെ കോൺഗ്രസിൻ്റെ ഗുണം കൊണ്ടോ മേന്മ കൊണ്ടോ ഇവരിൽ നിന്ന് സൽഭരണം പ്രതീക്ഷിച്ചിട്ടോ ആരും ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല. വെറും ആൻറ്റി ഇൻകംബൻസി കൊണ്ട് കോൺഗ്രസ്സിന് 40-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയാൽ
UDFിൻ്റെ ഭരണം ഉണ്ടാവും. അത് കിട്ടിയില്ലെങ്കിൽ സംഗതി ഗോപിയാവും. UDF വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും.